അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലാ യബീതന്ന റജുലുൻ ഇൻദംറഅത്തിൻ സയ്യിബിൻ ഇല്ലാ അൻ യകൂന നാകിഹൻ ഔ ദാ മഹ്റമിൻ. റവാഹു മുസ്ലിം. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, നമ്മുടെ ഇന്നത്തെ വിഷയം വിവാഹം കഴിഞ്ഞ് ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ പോകുന്നവരെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. എന്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്നാണ് ഹദീസ് നിവേദനം. അവിടുന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അല അറിയണേ, ലാ യബീതന്ന റജുലുൻ ഇൻദംറഅത്തിൻ, ഒരു പുരുഷനും രാത്രി താമസിക്കരുത്, ഒരു പുരുഷനും രാത്രിയിൽ താമസിക്കരുത്, ഇൻദംറഅത്തിൻ സയ്യിബിൻ, സയ്യിബായ സ്ത്രീയുടെ അടുക്കൽ. വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, ചിലപ്പോൾ ഭർത്താവ് നാട്ടിലുണ്ടാകൂല, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വിവാഹമോചിതയായി വീട്ടിലിരിക്കുന്ന വിധവയായ സ്ത്രീ, ഭർത്താവില്ലാത്ത സ്ത്രീ, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ, ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇവിടെ സയ്യിബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒറ്റയ്ക്കുള്ള വീട്ടിൽ ഒരു പുരുഷനും ചെന്നുകൊണ്ട് താമസിക്കാൻ പാടില്ല. ഇല്ല അൻ യകൂന നാകിഹൻ, അഥവാ താമസിക്കുന്നുണ്ടെങ്കിൽ ആ താമസിക്കുന്നവൻ ഒന്നുകിൽ അവന്റെ ഭർത്താവായിരിക്കണം, അവളെ നിക്കാഹ് ചെയ്തവനായിരിക്കണം, ഔ ദാ മഹ്റമിൻ, അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായവരായിരിക്കണം അവളെ കൂടെ താമസിക്കേണ്ടത്. ഒന്നുകിൽ ആങ്ങളമാരോ അല്ലെങ്കിൽ പിതാവോ, വിവാഹബന്ധം ഹറാമായവരാരാണോ അവരായിരിക്കണം അവരുടെ കൂടെ താമസിക്കേണ്ടത്. അങ്ങനെയുള്ള വീടുകളിലേക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ പോകാൻ പാടുള്ളൂ. ഒരു സ്ത്രീ ഒറ്റയ്ക്കുള്ള വീട്ടിൽ യാതൊരു കാരണവശാലും ഒരു അന്യ പുരുഷൻ, വിവാഹബന്ധം ഹറാമല്ലാത്തവര് പോകാൻ പാടില്ല. വിവാഹബന്ധം ഹറാമായ നമ്മുടെ സഹോദരൻ, നമ്മുടെ പിതാവും അവരൊക്കെ താമസിക്കുക എന്നല്ലാതെ മറ്റുള്ളവർ പോകാൻ പാടില്ല എന്നാണ് ഈ ഹദീസിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ചില ആൾക്കാർ ഈ കൂട്ടുകിടക്കാൻ വേണ്ടി പോക്കുണ്ട്. അത് ചിലപ്പോൾ എളാമാന്റെ മോനായിരിക്കും, അല്ലെങ്കിൽ മൂത്തമ്മാന്റെ മോനായിരിക്കും, അല്ലെങ്കിൽ മൂത്താപ്പാന്റെ മോനായിരിക്കും, അല്ലെങ്കിൽ വളാപ്പാന്റെ മോനായിരിക്കും. ഇങ്ങനെ ഒരു സമ്പ്രദായം ചില നാടുകളിൽ, ചില വീടുകളിലൊക്കെ ഉണ്ട്. അത് പേര് ഒറ്റക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകിടക്കാൻ പോകുന്നതായിരിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു വീട്ടിൽ ഒറ്റക്കായാൽ മൂന്നാമത് അവിടെ ശൈത്താന് വന്ന് വസ്വാസ് ഉണ്ടാക്കും. ഒരുപക്ഷെ അവൻ വരുമ്പോൾ, ആ വീട്ടിലേക്ക് വരുമ്പോൾ അവർ നല്ല സ്നേഹത്തിലായിരിക്കും. അങ്ങനെ ഒരു മോശമായ ഒരു ചിന്തയും ഒന്നും അവർ വിചാരിച്ചിട്ടുണ്ടാകൂല. പക്ഷേ അവിടെ താമസിക്കുന്നതോടൊപ്പം മൂന്നാമത് ശൈത്താൻ വന്നിട്ട് പല വസ്വാസുകളും ഉണ്ടാക്കും. അങ്ങനെ വ്യഭിചാരത്തിൽ ഏർപ്പെടാനും കുടുംബജീവിതം തകരാനും ഒക്കെ കാരണമാകും. ചില നാടുകളിൽ ഒരു പെണ്ണ് ഒറ്റക്ക് താമസിക്കുന്ന വീടുകളിൽ ജ്യേഷ്ഠൻ അനുജനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന വീടുകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഒരിക്കലും പാടില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭർത്താവിന്റെ അനുജനായിരുന്നാലും ജ്യേഷ്ഠനായിരുന്നാലും ആ വീടിൽ, നമ്മുടെ ഭാര്യമാർ ഒറ്റയ്ക്കിരിക്കുന്ന വീടുകളിൽ യാതൊരു കാരണവശാലും അവര് പോകാൻ പാടില്ല. കാരണം അവിടെ മൂന്നാമനായി ഒരു ശൈത്താൻ വരും. ശൈത്താൻ വന്ന് വസ്വാസുണ്ടാക്കി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ കുടുംബജീവിതം തന്നെ തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ
ഒഴിവാക്കി. നമ്മൾ ഒഴിവാക്കി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉടലെടുത്ത് ജീവിതം തകർന്നു പോകുന്നു. മുത്തുനബി തങ്ങളുടെ വേറൊരു ഹദീസിലുണ്ട്, ഇങ്ങനെ ഒരു പെണ്ണ് താമസിക്കുന്ന ഒരു വീട്ടിൽ നിങ്ങളുടെ സഹോദരന്മാർ, ഭർത്താവിൻ്റെ അനുജന്മാർ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ, ഇങ്ങനെയുള്ള വീട്ടിൽ ഒരു പെണ്ണിനെ താമസിപ്പിക്കാൻ പറ്റുമോ നബിയെ? അവർക്ക് ഭർത്താവിൻ്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരുള്ള വീട്ടിൽ താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, താമസിക്കാൻ പാടില്ല. അങ്ങനെ താമസിച്ചാൽ അവിടെ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ആധുനിക യുഗത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഒരു വീട്ടിലിപ്പോൾ അവിടെ ഭർത്താവിൻ്റെ അനുജന്മാരുണ്ടാകും, ജ്യേഷ്ഠന്മാരുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് അവിടെ പല അനർത്ഥങ്ങളും സംഭവിക്കുന്നു. ഇതൊക്കെ മുത്തു റസൂലുള്ള വിരോധിച്ചതാണ്. നിങ്ങളുടെ സ്വന്തം ഭാര്യയെ കാണാൻ അനുവദിക്കപ്പെട്ടത് നിങ്ങളുടെ പിതാവിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ സഹോദരന്മാർക്കൊന്നും കാണാൻ അനുവദനീയമല്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ സുരക്ഷിതമായ ഒരു വീട് ഉണ്ടാക്കി അവളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അങ്ങനെയുള്ളവർ മാത്രമേ വിവാഹം കഴിച്ചാൽ മതി. ഭാര്യയെ, അവള് നമ്മുടെ നിധിയാണ്. അവളെ ശരിക്ക് സംരക്ഷിക്കേണ്ടത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിനെക്കുറിച്ചുള്ള ഹദീസുകൾ മുമ്പ് കുറെ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മുത്തുനബി തങ്ങൾ കാണിച്ചു തന്ന രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവിധ ശൈത്താനിന്റെ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നാവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.